ശബരിമലയുടെ വികസനമാണ് കേന്ദ്രം വളരെ പ്രാധാന്യം നൽകുന്ന ഒരു കാര്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് ചെങ്ങന്നൂർ പമ്പ റെയിൽപാതയ്ക്ക് കേന്ദ്രം പച്ചക്കൊടി വീശിയിരിക്കുന്നത്. അതോടുകൂടി ഭക്തരുടെ പ്രതീക്ഷ കനത്തിരിക്കുകയാണ്. ചെങ്ങന്നൂരിൽ നിന്ന് പമ്പയിലേക്കുള്ള യാത്ര ഇപ്പോൾ റോഡ് മാർഗമാണ്. കേരളത്തിൻ്റെ വടക്ക് ഭാഗത്തു നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും റെയിൽ മാർഗം എത്തുന്നവർക്ക് ചെങ്ങന്നൂരിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഏക വഴി എന്ന് പറയുന്നത് KSRTC ആണ്. അവിടെ നിന്ന് ഏതാണ്ട് 2.5-2.5 മണിക്കൂർ തീർത്ഥാടന കാലമാകുമ്പോൾ തിരക്ക് കൊണ്ട് അത് 3-3.5 മണിക്കൂർ വരെ എടുക്കും. അതൊഴിവാക്കാൻ വേണ്ടി അവിടെ നിന്ന് ഒരു റെയിൽ പാത വന്നു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് 75 കിലോമീറ്റർ ഒരു 50 മിനിറ്റ് കൊണ്ട് ഓടിയെത്താനായിട്ട് സാധിക്കും. അത് റോഡ് മാർഗം പോകുമ്പോൾ 90 കിലോമീറ്ററാണ്. അപ്പോൾ 75 കിലോമീറ്ററിലേക്ക് ചുരുങ്ങുകയും 50 മിനിറ്റ് കൊണ്ട് അതും പമ്പയിൽ വരെ എത്താനായിട്ട് സാധിക്കും. ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ തീർത്ഥാടന കാലത്തെ ഗതാഗത കുരുക്ക്, മലിനീകരണവും ഒക്കെ കുറയും. മണ്ഡലം മകരവിളക്ക് കാലത്ത് പമ്പയിലും നിലയ്ക്കലുമായി 30 ലക്ഷത്തോളം വാഹനങ്ങൾ എത്തുന്നുണ്ട്. റെയിൽപാത വരുന്നതോടെ റോഡ് ഗതാഗതം കുറയും. മലയോര മേഖലയിലുള്ള മറ്റ് യാത്രക്കാർക്കും ചരക്ക് ഗതാഗതത്തിനും പ്രയോജനപ്പെടും. മലിനീകരണം 80% കുറയും. ചെങ്ങന്നൂർ പമ്പ 90 കിലോമീറ്ററാണ്. ബസ്സിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3-3.5 മണിക്കൂർ എടുക്കും. ട്രെയിനിൽ 50 മിനിറ്റ് കൊണ്ടങ്ങ് എത്തിച്ചേരുന്നു. ആറന്മുള, കോഴഞ്ചേരി, ചെറുകോൽപ്പുഴ, അട്ടത്തോട്, പമ്പ എന്നിങ്ങനെയായിരിക്കും സ്റ്റോപ്പ്. ചെങ്ങന്നൂർ നഗരസഭയും 16 പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന 75 കിലോമീറ്ററാണ് പാതയുടെ അലൈൻമെൻറ്റ്. ലൊക്കേഷൻ സർവേക്ക് കഴിഞ്ഞ ദിവസം കേന്ദ്ര അനുമതി നൽകിയിരിക്കുകയാണ്. 1997-98 ബജറ്റിലെ അങ്കമാലി എരുമേലി റെയിൽപാത നീളുകയും സാമ്പത്തികമായി ലാഭകരമാവില്ലെന്ന് വ്യക്തമാവുകയും ചെയ്ത സാഹചര്യത്തിലാണിത്. അങ്കമാലി എരുമേലി പദ്ധതിയിൽ ആദ്യഘട്ടം അങ്കമാലിയിൽ നിന്നും കാലടി വഴി പെരുമ്പാവൂർ വരെയുള്ള 17 കിലോമീറ്റർ സ്ഥലമേറ്റെടുപ്പ് ആരംഭിച്ചപ്പോൾ തന്നെ പ്രക്ഷോഭവും കേസുമായി പദ്ധതി പാതി വഴിയിൽ മുടങ്ങി. അതോടെയാണ് ചെങ്ങന്നൂർ പമ്പ പാതയ്ക്ക് കേന്ദ്രം സന്നദ്ധമായിരിക്കുന്നത്. ഈ പാത ശബരിമല ക്ഷേത്രത്തിന് 4 കിലോമീറ്റർ അടുത്തെത്തുകയാണ്. അതായത് പമ്പ റെയിൽവേ സ്റ്റേഷൻ ആകും എന്നർത്ഥം. ചെങ്ങന്നൂർ ജംഗ്ഷൻ സ്റ്റേഷനായി മാറും. അങ്കമാലി എരുമേലി പാത യാഥാർത്ഥ്യമായാലും ശബരിമലയിൽ നിന്ന് 22 കിലോമീറ്റർ അകലെ എത്തൂ. പമ്പാ നദിയുടെ തീരത്തുകൂടി ആകാശപാതയാക്കണമെന്ന നിർദ്ദേശവും ചെങ്ങന്നൂർ പമ്പ പാതയുടെ നിർദ്ദേശത്തിൽ ഉണ്ടെന്നുള്ളതാണ്. ലൊക്കേഷൻ സർവേക്ക് ശേഷമേ എന്തായാലും അന്തിമ തീരുമാനമാകൂ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ മലയോര മേഖലയ്ക്കും ശബരിമലയ്ക്കും വലിയ ഒരു വികസനം തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുക.